ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഉറുമാമ്പഴത്തിൻ്റെ ചെടി ഉണ്ടായിരുന്നു. ചെടി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുഞ്ഞു മരമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിറയെ ഉറുമാമ്പഴം ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഉറുമാമ്പഴം തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഫോണിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് സീതപ്പഴം എന്നാണ് കേട്ടോ പറഞ്ഞത്. കറക്റ്റ് പേര് സീതപ്പഴം തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ആരോ പറഞ്ഞതാണ് ഉറുമാമ്പഴം. അതുകൊണ്ട് ഞങ്ങൾ വലുതായാലും ഉറുമാമ്പഴം തന്നെ വായ വരുള്ളൂ. ശരിക്കും ഇതിൻ്റെ പേര് സീതപ്പഴമാണ്. കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ കെട്ടിയവനാണ് കേട്ടോ ഇത് പറഞ്ഞത്. ഇത് സീതപ്പഴമാണ് എന്ന് പറഞ്ഞത്. ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഇത് ഉറുമാമ്പഴം എന്നുള്ള മാതിരിയായിരുന്നു. ശരിക്കും ഉറുമാമ്പഴം എന്ന് പറഞ്ഞാൽ വേറൊരു മറ്റേ നെല്ലിക്കയൊക്കെ അല്ലേ, അതിനെപ്പോലത്തെ എന്തോ ഒരു പഴത്തിനെയാണ് ഞാൻ ഗൂഗിളിൽ ഫോട്ടോ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അത് രണ്ടെണ്ണം ഞങ്ങൾ ഓൾറെഡി എടുത്ത് വെച്ചത് പഴുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പഴുത്ത അതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ബുദ്ധിമുട്ടുമാണ് കഴിക്കാൻ. പെട്ടെന്ന് അങ്ങോട്ട് ആർത്തി കാട്ടിയിട്ട് തിന്നാൻ പറ്റുന്നൊരു സാധനമല്ല. നമ്മൾ ആക്കം പോലെ സമയമെടുത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ രുചിച്ച് ആസ്വദിച്ച് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കുരു തൊണ്ടേ കൊടുങ്ങും. ഇതിൻ്റെ ഉള്ളൊരു കറുത്ത കുരുവാണല്ലോ ഉണ്ടാവുക, അത് തൊണ്ടേ കൊടുങ്ങും കേട്ടോ. മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. ചെറുങ്ങനെ അല്ല, കുറേ ഇങ്ങനെ കഴിക്കാനൊന്നും ഇല്ലല്ലോ, കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ ആ കുരു തുപ്പാനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കി. കുറേ കാലം ഇതൊക്കെ കഴിച്ചിട്ട്. ഇത് വീട്ടിലെപ്പോഴെങ്കിലൊക്കെ വരുമ്പം ഉണ്ടാകുമ്പോഴൊക്കെയാണിത് കഴിക്കാറ്. അധികം കിട്ടാറില്ല. നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് പോവാറ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് വായിലിട്ടിട്ട് ഞാൻ കുരു കളയാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇത് കേട്ടോ. അത് കുറച്ചീച്ചേ വായിലിട്ട് കഴിക്കാൻ പാടുള്ളൂ.